എന്തിനാണേലും എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് 6 years ഇൻ എ റിലേഷൻഷിപ്പ്. അത്രയും സ്വപ്നം കണ്ടതായിരുന്നു, ജീവിതം മൊത്തം ആളുടെ ഒപ്പം സ്വപ്നം കണ്ടതാണ്. അപ്പോൾ അതെങ്ങനെ ഇത്രയും ഷോർട്ടായിട്ട് പറയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഐ വുഡ് സേ ദാറ്റ് നിങ്ങൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനൊക്കെ വെയിറ്റിംഗ് ആയിട്ടില്ലേ, ഒരാൾ അമേരിക്കയിൽ ഒരാൾ ഇന്ത്യയിൽ. സോ ഐ വുഡ് സേ ഐ ആം ഇൻ ദ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞാൻ പറയും. കാരണം ഇറ്റ്സ് നോട്ട് ഓവർ ഹിയർ റൈറ്റ് നൗ, ഇറ്റ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ഹെവൻ. ഞാൻ ഭൂമിയിലും ആള് സ്വർഗത്തിലും എൻ്റെ ഈശോടൊപ്പം. പക്ഷെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സ്വർഗമുണ്ട്. സോ ഐ ആം ഇൻ ദ ക്ലോസസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയും. പിന്നെ അതിനെ പറ്റി അജിത്ത പറഞ്ഞു ആ ഒരു പ്രപ്പോസൽ വർക്ക്. ആക്ച്വലി അജിനെയും ഞാനും വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്ത് നടന്നിരുന്നത്. ജീസസ് യൂത്തിലൂടെയും മറ്റുമൊക്കെ കേരളത്തിൻ്റെ കുറെ ഭാഗങ്ങളോട്ട് ഞങ്ങളുടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഗോസ്പൽ ബാൻഡ്. അപ്പോൾ ഒക്കെ എനിക്ക് അജ്ന എന്ന് പറഞ്ഞൊരു അനിയത്തി കൊച്ചാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ ഒരു ചിന്തയോ ഒന്നുമില്ല. ബട്ട് വെൻ ഇറ്റ് വാസ് ടൈം ഫോർ അസ് ടു ഗെറ്റ് മാരീഡ്, ഞാനും ഒരു വിവാഹപ്രായത്തിൽ ആളും ഒരു വിവാഹപ്രായത്തിൽ. സോ ആ സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ ആമ്പിളേർക്കൊക്കെ ഉള്ളതായിരിക്കും, ഓരോ പെമ്പിളേർക്കുള്ള പോലെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിന് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറുക്കനെ വേണം, അങ്ങനെയൊക്കെ. സോ ഈവൺ ഐ ഹാഡ് മൈ ഓൺ തോട്ട്സ്. എൻ്റെ പോലെ മെലിഞ്ഞ് ഒരു പാവം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അജ്ന എന്ന് പറഞ്ഞതിനേക്കാളും അന്ന് ഐ തിങ്ക് ഷി വാസ് എന്നെക്കാളും സൈസ് ഉണ്ട്. ഞാൻ മെലിഞ്ഞിട്ടാണ്, അപ്പോൾ ഷി വാസ് ഇൻ പ്രോപ്പർ സൈസ്. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും ചേട്ടാ എന്ന് പറഞ്ഞു നടക്കും. എന്നിട്ട് ഈ കോളേജിൽ തന്നെയുള്ള ആളുടെ കുറെ സഹപാഠികൾ, ജിസിത്തിലുള്ള കുറെ പെമ്പിള്ളേരൊക്കെ ചേട്ടാ എൻ്റെ കോളേജിൽ ഒരു കൊച്ചുണ്ട്, ചേട്ടന് പറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ എടുത്ത് ചേട്ടൻ്റെ പോലെ തന്നെ ഇതിങ്ങനെ ഇരിക്കണം, നന്നായി പാട്ട് പാടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. സോ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഈശോ ഇങ്ങനെ അജ്ന എന്നുള്ളൊരു തോട്ട്. ബട്ട് ഫോർ മീ ഷി വാസ് ഓൾവേസ് മൈ സിസ്റ്റർ. അവൾക്ക് വേണ്ടി ആരെ കൊണ്ട് കെട്ടിച്ചാലാണ് ബാൻഡിൽ തുടർന്നു പാട്ടിന് ഞങ്ങളൊപ്പം വരാൻ പറ്റും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. സോ ഒരുമിച്ച് ഇതുപോലെ ബസ്സിൽ പോണ സമയത്താണ് ഒരിക്കൽ അജ്ന വീണ്ടും വാചാലിയാവാൻ തുടങ്ങി. ചേട്ടാ ഇങ്ങനെ ഒരു കൊച്ചുണ്ട് ചേട്ടാ, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു കുറെ പറഞ്ഞു. അവസാനം നിവർത്തിയിട്ടിട്ട് പറഞ്ഞു എൻ്റെ മനസ്സിലൊരാളുണ്ട്. അപ്പോഴേക്ക് ആരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടം, ആരാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പൊ പറയാൻ പറ്റില്ല. ബട്ട് വെൻ ഇറ്റ് ഇസ് ടൈം, ഐ നീഡ് ടൈം. ഞാൻ കുറച്ച് പ്രാർത്ഥിച്ച് ഐ നീഡ് ടു കൺഫേം ഇറ്റ് ആൻഡ് ദെൻ ഐ വിൽ സേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഒരിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഇവളുടെ വീടിന്റെ അടുത്തോട്ട് തന്നെ വരണമായിരുന്നു. സോ ഷീ വാസ് ദ വൺ ഹു അക്കോമഡേറ്റ് മീ. അപ്പോൾ തലേ ദിവസം രാത്രി അവളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നാളെ നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന് പറഞ്ഞു. യുനോ ദ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് വെറുതെ തമാശയ്ക്ക്. അപ്പോൾ അവള് പോയാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് 5 മിനിറ്റ് ഞാൻ ചോദിച്ചു നോക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അടുത്ത് പിന്നെ പറഞ്ഞാൽ എൻ്റെ അമ്മേനെയും കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇന്ത്യയിലൊക്കെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മേനെയും കൂട്ടിയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് അമ്മ വരണ്ട, നെക്സ്റ്റ് ടൈം നമുക്ക് അമ്മേനെ വിളിക്കാം, അമ്മ വരുമെന്ന് നമുക്ക് നോക്കാം, ലെറ്റ്സ് സീ എന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി. അപ്പോൾ ഫസ്റ്റ് ടൈം അവളുടെ വീട്ടിൽ നിന്ന് വരുന്നത് ഈ പനമ്പള്ളി നഗര ഭാഗത്തായിരുന്നു ഒരു ക്ലിനിക്കിൽ. അപ്പോൾ വെൻ ഷീ കെയിം ഇങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ഗേളിനെ കാറിലോട്ട് മാറ്റുമ്പോൾ ഞാൻ വേഗം ഡോറിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചു, അവള് തുറന്ന് കയറാണ്ടിരിക്കാനായിട്ട്. ഞാൻ വേഗം ലോക്ക് പറഞ്ഞ് അപ്പുറത്തൂടെ ഇറങ്ങി ഡോറൊക്കെ തുറന്നു കൊടുത്ത് കയറ്റിയിരുന്നു. അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട്, എന്താണ് അവനെ അങ്ങനെ കയറി. ആൻഡ് അവളാണ് സജസ്റ്റ് ചെയ്ത്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് പെയിനും എല്ലാം ആയിരുന്നു. സോ ഐ വാണ്ടഡ് ടു റിലാക്സ്. സോ ഷീ സെഡ് നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അവളുടെ ഫേവറേറ്റ് സ്പോട്ടായിരുന്നു ബീച്ച് എന്ന് പറയുന്നത്. സോ ബീച്ചിലോട്ട് പോയി. ആൻഡ് ദെൻ ഐ ടോപ്പിക് ഇടുന്നല്ലോ. സോ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തായിരുന്നു ദാറ്റ് ഐ വിൽ സേ ദിസ് ടു ഹർ, ദാറ്റ് എൻ്റെ മനസ്സിൽ നീയാണ് എന്നുള്ളൊരു സംഭവം. അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി തലേദിവസം ഒന്നും ഉറക്കമൊന്നുമില്ല. കാരണം ടെൻഷനാണ്, എങ്ങനെ പറയും, അതായത് അത്രയും നമ്മൾ കൂടെ കൊണ്ടാടുന്ന ക്വസ്റ്റിനോട് എങ്ങനെ പറയുന്നുള്ള രീതിയിൽ. ബട്ട് ദെൻ ഐ സ്റ്റാർട്ടഡ് ടെല്ലിങ് ഹർ വൺ ബൈ വൺ. സി ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് ബസ്സിൽ വെച്ചിട്ട് ആ ക്വസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ പറയാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ജിത്ത് പറഞ്ഞ പോലെ then I started describing one by one. ഇങ്ങനെ ഈശോനെ ഒത്തിരി ഫസ്റ്റ് പ്രിഫറൻസ് വാസ് ദാറ്റ് ഈശോനെ ഒത്തിരി അറിയണം, കൊച്ചായിരിക്കണം, അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് പാട്ട് പാടും. അജ്ന യൂസ് ടു സിംഗ് വെരി വെൽ, വെരി ഗ്രേസ്ഫുള്ളി ഓൾസോ. സോ അങ്ങനത്തെ ഒരു കൊച്ചാവണം. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഡിസ്ക്രൈബിങ്. പിന്നെ എനിക്ക് ധൈര്യമില്ല പറയാൻ, എന്ത് ചെയ്താലും അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. സോ ദാറ്റ്സ് വെൻ ഐ ടോൾഡ് ഹർ ഒരു കാര്യം ചെയ്യും, യു ക്ലോസ് യുവർ ഐസ്, എനിക്ക് 2 മിനിറ്റ് തരണം. ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ബീച്ച് കിടക്കുക, ഞങ്ങൾ കല്ലുമിരിക്കാം, തൊട്ട് പിന്നിൽ കടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഐ സെഡ് യു സിറ്റ് ഹിയർ, ഡോണ്ട് ഓപ്പൺ യുവർ ഐസ് അൺടിൽ ഐ കം ബാക്ക്. അപ്പോൾ ഞാൻ അവിടെ പോയി ബീച്ചെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് വെണ്ടൻ്റെ അക്ഷരത്തിൽ ഇങ്ങനെ PL.H, അതാണ് ജിത്തു പറഞ്ഞ ബ്ലെസ്സഡ് അജ്ന എന്ന് പറഞ്ഞിട്ട്. സോ ഇൻ അവർ സ്പിരിച്വൽ ജേർണി വി യൂസ് ടു പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ അവിടെ അത്രയും ഒരു വിശുദ്ധിയാണ്, ഐ നോ ദാറ്റ്. പക്ഷെ ഒരാൾക്ക് ഡയറക്ട്ലി വിശുദ്ധ ആവാൻ പറ്റില്ല, ദേവദാസി ആവണം, പിന്നെ വാഴ്ത്തപ്പെട്ടവളാണ്. സോ വാഴ്ത്തപ്പെട്ട ഞാൻ ബ്ലെസ്സഡ്. സോ ഐ കോൾഡ് ബ്ലെസ്സഡ്. ഷീ യൂസ് ടു കോൾ മീ സെയിന്റ് ക്രിസ്റ്റഫർ. അപ്പം തന്നെ കൗണ്ടർ അടിക്കാനായിട്ട്.
സോ വാട്ട് ഐ റോട്ട് ഓൺ ദിസ് പേജ് വാസ് ദാറ്റ് സെയിം വേർഡ്സ് BL.AJ. കാരണം വേറെ ഇനി കടക്കാർ എന്തെങ്കിലും ചിന്തിക്കേണ്ടല്ലോ. സോ ഫോർ മീ ഇറ്റ്സ് ഈസി, BL.AJ. ചാറ്റ് ചെയ്യുമ്പോഴാണേലും അങ്ങനെ ഞാൻ വിളിക്കാറ്. ഞാൻ വന്നിരുന്ന് ഞാൻ പറഞ്ഞു കണ്ണു പറഞ്ഞോളം പറഞ്ഞു. ഷീ ഓൾമോസ്റ്റ് അവളുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഷീ ഓൾമോസ്റ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ വാസ് ദ വൺ. എന്നിട്ട് വന്നിരുന്ന് കണ്ണു പറഞ്ഞോളം പറഞ്ഞു. പിന്നെ കണ്ണുനീരിങ്ങനെ ഒരു കരച്ചിലൊക്കെ ആയി. ഞാൻ പറഞ്ഞു പതുക്കെ കടക്കാരുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും. ബട്ട് ദെൻ ജിത്തു അവള് പറഞ്ഞു ചേട്ടാ ഞാൻ അത്രയും വില്ലിങ്ങ, പക്ഷെ എനിക്ക് എൻ്റെ ഈശോനോട് എൻ്റെ മാതാപിതാക്കളോടൊക്കെ ചോദിക്കണം. സോ ഒബ്വിയസ്ലി ധ്യാനത്തിനൊക്കെ പോവാം. ആൻഡ് ദെൻ ഷീ ഡിസൈഡഡ്. ആൻഡ് തുടർന്നുള്ള ഒരു ജേർണി ഫോർ us we had 2 years ahead. ലൈക്ക് ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആൻഡ് 1 more year into work and all of that. പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വിവാഹ ജീവിതത്തിലോട്ട് കടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു 1-2 years. കാരണം വെറുതെ അങ്ങ് അല്ലെങ്കിൽ വീട്ടുകാർ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫാസിനേഷന്റെ പുറത്ത് നമ്മൾ കയറാൻ പാടില്ല. ഒത്തിരി പ്രാർത്ഥന സ്വീകരിച്ച് കയറേണ്ട ഒരു ജീവിതമാണ്, ഒരു വൊക്കേഷനാണ് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി കൃപകൾ സ്വീകരിക്കുക. സോ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എവറി ഡേ വി യൂസ് ടു എൻഷുർ കുടുംബ പ്രാർത്ഥന അങ്ങനെ പറയുന്നത്. ലൈക്ക് വി യൂസ് ടു സേ എവറിത്തിങ്. അതായത് കുമ്പസാരത്തിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ് യുനോ ഷീ യൂസ് ടു കറക്റ്റ് മീ ഇൻ മെനി തിങ്സ്. ഐ യൂസ് ടു മോട്ടിവേറ്റ് ഹർ ഓൾസോ. അവളെയാണെങ്കിലും കുറെ കാര്യങ്ങൾ. അപ്പൊ ഈ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യവും, അവളുടെ ട്രിപ്പ്, ഐ തിങ്ക് യു ഓൾ നോ അബൌട്ട് എ ട്രിപ്പ് വേർ ഷീ റിഫ്യൂസ് ടു ഗോ ബിക്കോസ് ഷീ ഡിഡ്ന്റ് വാണ്ട് ടു മിസ് ഹർ ഹോളി മാസ്. സോ എന്നെയായിരുന്നു ഹൈദരാബാദിലെ എവിടെയൊക്കെയാണ് പള്ളി, അവരുടെ സ്റ്റേ അവിടെയാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ ഏതാണ് അടുത്തുള്ള സ്ഥലം, ടാക്സി കിട്ടുമോ, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഐ വാസ് പാർട്ട് ഓഫ് യുവർ കോളേജ് ആസ് എ ലോട്ട്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ പാലാരിവട്ടത്ത് ഞാൻ ഹയർ സ്റ്റഡീസിനുള്ള എൻട്രൻസ് നിൽക്കുന്ന സമയത്ത് ഷീ കോൾ മീ ഫോർ നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ ചാപ്പലിൽ. സോ മ്യൂസിക് മിനിസ്ട്രി ഉണ്ടായിരുന്നു, അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെ ഒരു ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ടു ദ ലേക്ക് ഇതിൻ്റെ ബാക്കിലാന്ന് തോന്നുന്നു അല്ലേ. സോ അവിടെ ഞങ്ങൾ അതിൻ്റെ കരയിലൊക്കെ പോയിരുന്നു, എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി ഈശോനെ കുറെ മഹത്വപ്പെടുത്തി. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ there was this thing which I said അന്ന് പ്രപ്പോസ് ചെയ്ത് വന്നിരുന്ന് ഞാൻ അപ്പം അജ്നയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അജ്ന എന്താണെന്നറിയില്ല ഈശോനെ കൊണ്ട് പറയിപ്പിച്ചു. അതായത് അജ്ന even if it is one day that ഈശോ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ആഫ്റ്റർ ദിസ്, അല്ലെങ്കിൽ ഒരു വിവാഹശേഷം നീ മരിക്കും അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നാണെങ്കിൽ പോലും we will make that one day worth 1,000 days. നമ്മൾ ഒരിക്കലും പിരിയില്ല. എന്തോ ഈശോനെ കൊണ്ട് അന്ന് പറയിപ്പിച്ചു. ആൻഡ് ദെൻ സൂൺ ആഫ്റ്റർ 1 year ഈ പറയുന്ന പോലെ അവളുടെ ഇവിടെ ജോയിൻ ചെയ്യേണ്ട ഡേ, ആസ് എ ടീച്ചർ ജോയിൻ ചെയ്യേണ്ട ഡേ തന്നെയാണ് അവളുടെ ക്യാൻസറിൻ്റെ വാർത്ത വരുന്നത്. അപ്പം ഞാനന്ന് ചാപ്പലിലായിരുന്നു. ഐ വാസ് പ്രേയിങ് ലൈക്ക് മൈ യൂഷ്വൽ ഡേയ്സ് ഓഫ് പ്രേയേഴ്സ്, അഡോറേഷന് മുമ്പിൽ ഇരിക്കാൻ. അപ്പം ഇങ്ങനെ തുരത്തരാന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. യൂഷ്വലി ഐ ഡോണ്ട് ടേക്ക് കോൾസ് when I'm in the adoration chapel. പക്ഷേ ഇതൊരു 5-10 മിസ് കോൾസോളം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരാം. സോ ഐ ഫെൽ സംതിങ് ഇസ് റോങ് ഓർ സംതിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പുറത്തിറങ്ങിയപ്പോഴേക്കും അച്ഛനെ പറയാം, ചേട്ടാ മതി. എന്ത് കാര്യം നീയല്ലേ വിളിച്ചത്, കാര്യം പറ. അല്ല ചേട്ടാ മതി ചേട്ടാ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കണ പരിപാടി. ഇങ്ങനെ എനിക്ക് ക്യാൻസർ ആണ്, അതാണ് ശരിയാവില്ല ചേട്ടാ, ചേട്ടന് വേറെ ജീവിതം വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. എല്ലാം കേട്ടിരുന്നു. ഞാൻ 1-2 വാക്ക് പറയാൻ ശ്രമിച്ചു, പക്ഷെ അത് പറയുന്നത് കൂടുതൽ ആപത്താവുമെന്ന് എനിക്ക് മനസ്സിലായി. സോ ഷി വാസ് ടോട്ടലി റിഫ്യൂസിങ്. ആൻഡ് ദെൻ 2 ദിവസത്തേക്ക് ഒരു വിളിയിലൊന്നുമില്ല, വിളിച്ചാലും എടുക്കില്ല. And then she called me back and then she was like, sorry ചേട്ടാ, ചേട്ടനോട് വേണമെങ്കിൽ എനിക്ക് എന്തോരം വേണം വിഷമം പറയാമെന്ന് എനിക്കറിയാം, എത്ര തെറി വിളിച്ചാലും കുഴപ്പമില്ലാന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ നോ യു വിൽ ബി ദെയർ ഫോർ മീ ഈവൻ ഇഫ് ഐ കിക്ക് യു ഔട്ട് ടെമ്പററിലി ഫോർ നൗ. അപ്പോൾ ദി സെയിം തിങ് ഹാപ്പൻ ഫോർ ദി 6 recurrences ഓൾസോ. 6 പ്രാവശ്യവും ക്യാൻസർ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണേലും റിസൾട്ട് വരുമ്പോൾ ഇമീഡിയറ്റ്ലി ഫസ്റ്റ് വിളി എനിക്കായിരിക്കും, ചേട്ടാ ശരിയാവില്ല, ഇപ്രാവശ്യം എന്തായാലും തീരുമാനിച്ചു, നടക്കില്ല ചേട്ടാ. പിന്നെ എനിക്ക് മനസ്സിലായി സൈലൻസ്, അതാണ് ഏറ്റവും ബെസ്റ്റ്. 2 ദിവസം കഴിയുമ്പോൾ ആണ് തിരിച്ചു വിളിക്കും. ഇറ്റ് യൂസ്ലി ഹാപ്പൻ. പിന്നെ സ്നേഹം കൂടുമ്പോൾ ചേട്ടായി എന്നൊക്കെ പറഞ്ഞ് വിളിയുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ ചേട്ടാ അത്രയും ഉണ്ടാവില്ല, ക്രിസ്റ്റഫർ ചേട്ടാ, അത് ക്രിസ്റ്റഫർ പേരും കൂടി ചേർത്ത് വിളിക്കും. ബട്ട് ദെൻ അഗൈൻ എവറി ഡേ യൂസ് ടു ഗോ ബാക്ക് ടു അവർ പ്രേയേഴ്സ്. ഈ കൊറോണ കാലത്തൊക്കെ വിഷ്ണുർബാൻ ഓൺലൈൻ ഞങ്ങൾ ഒരുമിച്ച് കൂടും, ഒരുമിച്ച് തന്നെ അപ്പോൾ ഒരു പള്ളിയിൽ പോകുന്ന പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും അജ്നേൻ്റെ അടുത്ത് മരണത്തെ പറ്റി സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. കാരണം പ്രത്യാശയോടെയായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിത്ത് ഹോപ്പ് വെൻ യു പ്രേ ദർ ഇസ് നോ സ്പേസ് ഫോർ എനി നെഗറ്റിവിറ്റീസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഡെത്ത് ഇറ്റ്സെൽഫ്. സോ എപ്പോൾ മരണത്തെ പറ്റി സംസാരിച്ച് വന്നാലും എപ്പോൾ
വേറൊരു കൊച്ചിനെ പറ്റി സംസാരിച്ചാൽ ഞാൻ അപ്പം തന്നെ വായടപ്പിക്കും. അജ്ന നോ, നമ്മൾക്ക് പ്രത്യാശയോടാണ് പ്രാർത്ഥിക്കുന്നത്, ഈ ടോപ്പിക് ഇപ്പം തന്നെ നിർത്താം, അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ആൻഡ് ദെൻ വി ഗോ ഫോർ പ്രേയേഴ്സ്. അവളുടെ ജീവിതത്തിലെ സകല വിശേഷങ്ങളും ആൻഡ് ദ വേ ഷീ സോ ദ വേൾഡ് വാസ്, ഞാൻ എന്ത് ലോകത്ത് കാണുന്ന ഒരു ദിവസം അനുഭവിക്കുന്നു അതാണ് അവളുടെ ലോകം. സോ ഷീ യൂസ് ടു കോൾ മീ എവറി ഡേ 1.5 hours യൂസ് ടു ടോക്ക്. എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കഴിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, ആത്മീയമായ ചിന്തകൾ. പിന്നെ ആൻഡ് ദെൻ വി കൺക്ലൂഡഡ് വിത്ത് എ പ്രേയർ. And something that I noticed with her is her humbleness more than anything other. പിന്നെ she is very open. ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കറിയാം, പല റിലേഷൻഷിപ്സും തകർന്നു പോകാനുള്ള കാരണം ടു ഒന്ന് താഴ്ന്നു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അജ്നയുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അജ്നേനെ ആരും ചീത്തയും പറഞ്ഞിട്ടില്ല, അജ്ന ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, അവളുടെ ചീത്ത പറയുന്നൊരു മുഖവും ആരും കണ്ടിട്ടില്ല, അവളോടും ഒരാൾക്കും ഒരു വിഷമമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അത്രയും ഷി വാസ് സോ പ്യുവർ ഇൻ ഹർ ഹാർട്ട്. അപ്പോൾ ആർക്കും ചീത്ത വിളിക്കേണ്ട വന്നിട്ടില്ല. ഞാനൊക്കെയാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഇതിൽ എന്തുകൊണ്ട് വിളിച്ചില്ല, എവിടെയായിരുന്നു നീ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ. ബട്ട് ഷി വാസ് വെരി പേഷ്യൻറ്റ്. ഒരക്ഷരം പോലും തിരിച്ചിങ്ങോട്ട് ചീത്ത പറയുക, ചേട്ടാ ഇതുകൊണ്ടാണ് എനിക്ക് വയ്യായിരുന്നു, അങ്ങനെയൊന്നും ഒന്നുമില്ല. ഷി വാസ് ടോട്ടലി കാം ആൻഡ് പോയി. ചേട്ടന് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം ചേട്ടാ, ഐ എം ഡിസേർവിങ് ഇറ്റ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആൻഡ് ദെൻ ഐ വിൽ ഫീൽ സോറി. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഐ വിൽ ഫീൽ സോറി ആൻഡ് ഗോ ബാക്ക് ടു. പക്ഷെ എത്രയൊക്കെ വഴക്കാണേലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷീ വിൽ കോൾ, ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം, ചേട്ടാ നമ്മുടെ കുടുംബ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വി യൂസ് ടു പ്രേ. പിന്നെ വേറൊരു സമയം പറഞ്ഞ പോലെ ഓപ്പൺനെസ്, ദാറ്റ് വാസ് വെരി വെരി മച്ച് എവിഡൻറ്റ്. പിന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഒൺലി ത്രൂ ഒരു വിവാഹത്തിലൂടെയാണ് ഞങ്ങൾ വിവാഹത്തിൽ, അതായത് ഈ ഒരു മാരീഡ് ലൈഫിലോട്ട് കടക്കുള്ളൂ. സോ വി വർ ഹോൾഡിങ് ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. ഞാൻ അവളെപ്പോഴും വരച്ചു തരാറുള്ള ഒരു പടം ഉണ്ട്, നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും. സോ കുരിശിന്റെ അപ്പുറത്തിപ്പുറത്ത് ഒരു ആൺകുട്ടീനെ വരയ്ക്കും, ഇങ്ങനെ 2-3 മുടി ഇങ്ങനെ നിർത്തി ട്രൗസർ ഇടിപ്പിച്ച്, ഇപ്പുറത്ത് അവളൊരു ട്രയാങ്കിൾ പോലത്തെ പാവാടിയും താഴോട്ട് 2 മുടി അങ്ങനെ ഇട്ടിട്ട് ഈശോയുടെ കുരിശ് ഇങ്ങനെ 2 കൈ പോലെ 2 പേരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന. ദാറ്റ് വാസ് ഓൾവേസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ദെൻ ടുവേർഡ്സ് ദ ലാസ്റ്റ് എത്രയൊക്കെ മരണത്തെ പറ്റി പറയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും there was this point where I asked her, അജ്ന ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, തിങ് ഇസ് ലൈക്ക് നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഇത്രയൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഓടി, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ അച്ഛന്മാരും, വട്ടാരച്ചൻ, ഡൊമിനിക്കച്ചൻ, ഡാനിയൽ അച്ഛൻ, മറ്റേ നമ്മുടെ ആലപ്പുഴയിലുള്ള ജോസഫ് അച്ഛൻ, ഇവരുടെ എല്ലാവരുടെ അടുത്ത് പോയി ലോകസംഗീതത്തിനുള്ള പ്രാർത്ഥനകൾ സ്വീകരിച്ചു. സകല അച്ഛന്മാര് അത്രയൊക്കെ നമ്മൾ ചെയ്തു ഈശോയ്ക്ക് വേണ്ടി. വർ ഇവൻ റെഡി ടു സാക്രിഫൈസ് അവർ ലൈഫ്സ് ഫോർ ജീസസ്. ബട്ട് വൈ ഈസ് ദിസ് ഹാപ്പനിങ്? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ഹർ വൈ ഈസ് ദിസ് ഹാപ്പനിങ്? And then she is just smiling at me. It was like the last 1 month of her life. She was like smiling at me like this. ചേട്ടാ എന്നെ നോക്കിയേ ചേട്ടാ, എൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയേ ചേട്ടാ, എത്രയൊക്കെ തലേ ദിവസം എൻ്റെ അവസ്ഥ അത്രയും ദാരുണമാണ്, എനിക്ക് ഉറക്കമില്ല, ഞാൻ ഈശോയോട് വിഷമം പറയും. ഇവർക്കൊക്കെ വേദന എടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രീം. നിങ്ങളൊക്കെ വായിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ. ഹർ പെയിൻ ഈസ് എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡിസ്ക്രൈബ്, ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ബുക്സ്. യു ഹാവ് ടു സീ ഇറ്റ്, യു ഹാവ് ടു ഫീൽ ഇറ്റ്. അപ്പോൾ അത്രയും പെയിൻ കഴിഞ്ഞിട്ടാണേലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷീ വിൽ വാക്ക് ടു ദ ചർച്ച്. ഷീ വാക്ക് ടു ദ ചർച്ച്, കുർബാന കൂടും. ഇപ്പം എന്നോട് പറയാൻ കണ്ടില്ല എൻ്റെ അവസ്ഥ, ഇത്രയും അവസ്ഥയായിട്ട് പോലും, ഇത്രയും ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഞാൻ ഈശോയെ തേടി പോകുന്നു. ആ സമയമാകുമ്പോൾ ഈശോ, ദർ ഇസ് എ ക്രേവിങ് ഇൻസൈഡ് മീ, ദർ ഇസ് എ ഹങ്കർ ഇൻസൈഡ് മീ ടു റിസീവ് ദം. സോ ചേട്ടൻ നോക്കിക്കോ, ചേട്ടൻ്റെ ലൈഫിലും ഈശോ അത്രയധികം പ്രവർത്തിക്കും. ഈശോ അത്രയും സൂപ്പറായി കളിക്കാൻ അറിയുന്നവന് ഈശോ ചേട്ടനെ എടുത്ത് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരിക്കൽ പോലും മരിച്ച സമയത്ത് പോലും ഐ കുഡന്റ് ക്രൈ. എന്നെ 3 മണിക്കാണ് വിളിക്കുന്നത്. എനിക്കറിയാം അച്ഛനെ മരിച്ച് വെള്ളിയാഴ്ച 3 മണിക്കായിരുന്നു. സോ അജ്നയുടെ ഫോണിൽ നിന്ന് തന്നെ വിളി വന്നേ. സോ ചാടി എടുത്തു അജ്നയുടെ കോളോ എന്നുള്ള രീതി. കാരണം ലാസ്റ്റ് 3-4 days കോൾ ഉണ്ടായിരുന്നില്ല. ഷി വാസ് ടോട്ടലി അൺകോൺഷ്യസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ അവളുടെ അച്ഛൻ വിളിച്ചിട്ടാണ് എന്നോട് പറയുന്നത്, ക്രിസ്റ്റഫറെ നമ്മുടെ അജ്ന പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ ടുക്ക് സം ടൈം ടു റീകളക്ട് ഇറ്റ്. ബട്ട് ഞാൻ വേഗം എൻ്റെ അന്നൊക്കെ അത്രയും ഹെക്ടിക് വർക്കായിരുന്നു. ജോലിയെല്ലാം ഫയൽസൊക്കെ റെഡിയാക്കി വെച്ച് സാറിനെ വിളിച്ച് പറഞ്ഞു. ആൻഡ് ദെൻ I came to the mortuary. അപ്പോൾ മോർച്ചറിയുടെ മുമ്പിൽ മൈ ഫെയ്ത്ത് വാസ് ലൈക്ക്, അജിനെ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, അജിനെ നമ്മുടെ ഈശോ ലാസറിനെ ഉയർപ്പിച്ച ഈശോ. ലാസർ മരിച്ചിട്ടാണെങ്കിലും ആഫ്റ്റർ 3-4 days ഈശോ ഉയർപ്പിച്ചു. So even if the world says that you are dead, I will not believe it. I will only declare that you are dead only if your coffin is closed. അതായത് ശവമഞ്ചം മൂടുന്നത് വരെ ഞാൻ ഒരിക്കലും നീ മരിച്ചു എന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം ഈശോയ്ക്ക് നിന്നെ ഉയർപ്പിക്കാൻ പറ്റും. അത്രയും ഒരു ഫെയ്ത്ത്
അതിനേക്ക് പകർന്നു കൊടുക്കുന്നത് വഴി എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. സോ ഐ വെന്റ് ടു ദ ഏത് മോർച്ചറിയിലാണെന്ന് ചോദിച്ച് മോർച്ചറിയുടെ മുമ്പിൽ പോയിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു അവളുടെ ഫ്യൂണറൽ. അപ്പോൾ ഫ്യൂണറലിനുള്ള അവളുടെ ഫ്രീസറൊക്കെ വന്നു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതേറെ ഈ പയ്യൻ എന്നുള്ള രീതിയിൽ. ആൻഡ് അൺടിൽ ഹർ coffin was closed in the cemetery, I could hold up. I don't know, അത് അജ്നയുടെ തന്നെ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാവാം. ഈവൻ ദോ ഐ ക്രൈഡ്, ഈശ്വരനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഓൺ ദ വേ ബാക്ക് ടു മൈ ഹോം, തൃശ്ശൂരാണ് വീട്, അപ്പോഴാണ് ഈശ്വർ റിമൈൻഡഡ് മീ, എടാ നീ എന്നെ സ്വീകരിച്ചിട്ടില്ല. സോ ഓൺ ദ വേ അന്നത്തെ ദിവസം രാത്രി പോയി വിശുദ്ധ കുർബാന കൂടി. ഞാൻ ഏറ്റവും അധികം കരഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു ദിനമായിരുന്നു. വിശുദ്ധ കുർബാനയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഇന്റർ കണക്ട് ചെയ്തിരുന്നത്. അവളൊക്കെ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴാണെങ്കിലും ഫോണിൽ കൂടെ ലൗഡ് സ്പീക്കറിലിട്ട് അവൾ കേൾക്കുന്നത് ഇപ്പുറത്തെ ഞാൻ ഫോണിൽ നിൽക്കുമ്പോഴാണ്. സോ അങ്ങനെ എനിക്ക് അവളെ കൊങ്കണി, ഹിന്ദി, അങ്ങനെ പല ഭാഷകൾ, ബിക്കോസ് ഐ യൂസ് ടു വർക്ക് ഇൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അപ്പോൾ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അവൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ വിശുദ്ധ കുർബാന എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ നോക്കുന്ന ടീച്ചർക്ക് എന്ത് ഇങ്ങനെ കിടന്ന് കരയണം, എന്ത് പറ്റിയെന്ന് അറിയാം. ബട്ട് ദാറ്റ് വാസ് എ ഹോളി മാസ് ഇൻ വിച്ച് ഐ ഫെൽറ്റ് ദ മോസ്റ്റ് അറ്റ് പീസ്. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈശോ എന്നെ പൗരോഹിത്യത്തിലോട്ട് വിളിച്ചു ത്രൂ മെനി പീപ്പിൾ. ഞാൻ ഈശോനോട് പറഞ്ഞു, ഈശോയെ എന്നെ പറ്റിക്കരുത്. ലാസ്റ്റ് ടൈം ഈശോനെ പറ്റിച്ചു, അജനെ കാണിച്ചു തന്നു. ഐ വാസ് വിത്ത് ഹെർ അൺടിൽ ദ ലാസ്റ്റ് മൊമെന്റ് ആൻഡ് ഐ ഗേവ് യു ആൻ ഓപ്ഷൻ ഓൾസോ. ലാസ്റ്റ് വേർപ്പിക്കാൻ ഒരു അവസരം തന്നു, ബട്ട് യുവർ പ്ലാൻ വാസ് ഡിഫറെന്റ്. ബട്ട് നൗ എന്നെ ഇതിന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ വിളി എന്നെ പറ്റിക്കലാവാതെ ശക്തമായ അടയാളം തരാണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ യു വോണ്ട് ബിലീവ്, ഞാൻ ഏതൊക്കെ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നു, എവിടേക്കൊക്കെ ഊബർ ഡ്രൈവർമാരാണ്, അല്ലാതെ ഇതുപോലെ സെമിനാരിയനാണോ, അച്ഛനാണോ, അവിടെ നിന്നാണ്, ഫുൾ റിലേറ്റഡ് ടു പ്രീസ്ഹുഡ്. പിന്നെ സംതിങ് ദാറ്റ് സ്ട്രൈക്ക് മീ ദ മോസ്റ്റ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഊബർ ഡ്രൈവർ ബൈക്കിലാണ്. സോ ഹി ആസ്ക് മീ സെയിം വേ ഓൺ ദ വേ കോൺവെർസേഷൻ, സെമിനാരിയനാണോ? ലൈക്ക് നോ, വൈ ഡു യു ആസ്ക് മീ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ നത്തിങ് ഞാനൊരു സെമിനാരിയൻ ആയിരുന്നു, പക്ഷെ ഐ ലെഫ്റ്റ് എവറിത്തിങ് ആൻഡ് നൗ ഐ എം എൻ എത്തീസ്റ്റ് എന്ന് പറഞ്ഞു. സോ ദെൻ ഐ സ്പോക്ക് ടു ഹിം, ചേട്ടാ എൻ്റെ ഉള്ളിൽ ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഈശോനോട് പറയുന്നുണ്ടായി ശക്തമായ അടയാളങ്ങൾ തരാണ്ട് ഞാൻ വിശ്വസിക്കില്ല. ബട്ട് നൗ ജീസസ് സ്പോക്ക് ത്രൂ മീ ത്രൂ ദ മൗത്ത് ഓഫ് എൻ എത്തീസ്റ്റ് ഓൾസോ, സോ ഇറ്റ് ഇസ് കൺഫേം. ആൻഡ് ദെൻ വട്ടായിലച്ചൻ, നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, സേവ്യർ ഖാൻ വട്ടായിലച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ധ്യാന ഗുരുവാണ്. ഇറ്റ് വാസ് നോട്ട് ഇവൺ മൈ വൈൽഡസ്റ്റ് ഡ്രീംസ് അബൌട്ട് ഇങ്ങനത്തെ ഒരു ആശ്രമം. താപസ ജീവിതമാണ്, എല്ലാം ഉപേക്ഷിക്കുക, ഒന്നുമില്ല. ഓൾ യു ഹാവ് ഇസ് എ ബൈബിൾ, 2 pairs of clothes, nothing else. I left everything. ഈശോ ഈ പറയുന്ന പോലെ എംടെക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എംടെക് കഴിഞ്ഞിട്ടാണേലും എൻ്റെ ഒപ്പം റാങ്ക് വാങ്ങിച്ച ഒരാൾക്ക് പോലും എത്താൻ പറ്റാത്ത അത്രയും വിവരങ്ങളുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലായിരുന്നു. നിങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന പല വണ്ടികളും, KSRTC ബസ് അല്ലെങ്കിൽ ലോറികൾ, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന ഫൈറ്റർ ക്രാഫ്റ്റ്സ്, അല്ലെങ്കിൽ ISRO വിട്ടേക്കുന്ന സാറ്റലൈറ്റ്സ്, മഹീന്ദ്ര, ഹോണ്ട, അങ്ങനത്തെ വണ്ടികളിലൊക്കെ ഡിസൈനിന്റെ പിന്നിൽ വർക്ക് ചെയ്യാനായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഈശോ എന്നെ ഉയർത്തി. ഇറ്റ് വാസ് എ സ്ട്രഗിൾ, ബട്ട് ആസ് ലോങ് ആസ് വി ആർ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്, ഈശോ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. റൂത്തിന്റെ പുസ്തകത്തിലെ 2:12 ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രവർത്തികൾക്കൊത്ത് ഞാൻ എനിക്ക് പ്രതിഫലം തരും, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിലെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നവരുടെ ഒരു വചനമുണ്ട്. ദാറ്റ് വാസ് റിയലി ഫ്രൂട്ട്ഫുൾ ഇൻ മൈ ലൈഫ്. പിന്നെ അജ്നയുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദർ ഇസ് ജസ്റ്റ് ദിസ് വേർഡ് ഓഫ് ഗോഡ് വിച്ച് ഇൻസ്പയർസ് മീ അ ലോട്ട്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൽ 8-ാം അധ്യായത്തിൽ അവസാനമായിട്ട് വരുന്നതാണ്, 38-39 വാക്യങ്ങളിൽ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ അല്ലെങ്കിൽ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പൗലോസ് പറയുന്ന വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അജ്നയുടെ ജീവിതത്തിൽ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻ. അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എടുക്കപ്പെട്ടു എങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഐ സാക്രിഫൈസ് മൈ എന്താ പറയുക അത്രയും ജോലി അല്ലെങ്കിൽ അജ്നയ്ക്ക് വേണ്ടി അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് ഐ ഡിഡ് എവറിത്തിങ്. ആൻഡ് നൗ എൻട്രിങ് ഇൻ ടു ദിസ് പ്രീസ്ഹുഡ്, ജിത്ത് പറഞ്ഞില്ല, ആക്ച്വലി ഐ ഹാവ് എ പ്രോബ്ലം. അജ്നയ്ക്ക് ഉണ്ടായ പോലത്തെ ഒരു ചെറിയൊരു സഫറിങ് ഇപ്പം എനിക്കും ഉണ്ട്. So because of that suffering, I am not able to go forward in my priestly studies. It's an impedance. Canon law പ്രകാരം ഇങ്ങനെ അസുഖമുള്ളവർക്ക് പറ്റില്ല എന്നുണ്ട്. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈശോയുടെ ഹിതം നടക്കാനായിട്ട്. ഇഫ് ഇറ്റ് ഇസ് ദ കോൾ ടു സഫറിങ്, ഐ എം മോർ ദാൻ ഹാപ്പി. അജ്നയുടെ പോലെ സഫർ ചെയ്യാനായിട്ട് ഐ എം ഹാപ്പി. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ജീസസ് പ്ലാൻ ദാറ്റ് ഐ ഷുഡ് ബി എ പ്രീസ്റ്റ്, ദെൻ അപ്പോൾ അതെന്താണ് വഴിയെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണം. സോ ഈവൺ ആഫ്റ്റർ സാക്രിഫൈസിങ് എവറിത്തിങ്, കമ്മിങ് ബാക്ക് ടു ഹിസ് വേ, പ്രീസ്റ്റ്ഹുഡിലേക്ക് വേണ്ടി അപ്പനും അമ്മേനെയും ജോലിയെല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടും
ഇങ്ങനെ ഉണ്ടായിട്ട് പോലും ഐ എം സ്റ്റിൽ ഏബിൾ ടു ലവ് ജീസസ്, ടു സെർവ് ജീസസ്. ഇന്നും ഇന്നലെയൊക്കെ ആണെങ്കിലും പട്ടാരാജൻ്റെ ഒപ്പം ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ പോകുന്നുണ്ട്, ഈശോനെ പകർന്നു കൊടുക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഈശോയുടെ ഒരു പ്രസൻസ് ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് ഈശോ തന്നെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നമുക്ക് വിശുദ്ധരെ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളോട്ടോ പുസ്തകങ്ങളൊന്നും എടുത്ത് ഇന്റർനെറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കോളേജിൽ തന്നെ പഠിച്ചൊരു കുട്ടിയുണ്ട്. സോ ഇഫ് ഷീ ക്യാൻ ബി എ സെയിന്റ് ഓർ ഷീ ക്യാൻ ബി സോ മച്ച് ഓണേർഡ് ഇൻ അവർ ചർച്ച് ഓർ ഇൻ അവർ സൊസൈറ്റി. ഇന്ന് ലോകം മൊത്തം അജ്ഞാൻ അറിയാം. പല ഭാഗത്തു നിന്ന് എനിക്ക് ഇമെയിൽസ് വരാറുണ്ട്. ജിത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ സാബോസിന്റെ പുസ്തകം വഴി അറിഞ്ഞ് എനിക്ക് ഇമെയിൽസ് വരാറുണ്ട്. സോ യു ക്യാൻ ഓൾസോ ബി എ ഡിഫറെന്റ്, അതായത് നിങ്ങളുടെ ലൈഫ് തന്നെ ഒത്തിരി പേരെ ഇൻസ്പയർ ചെയ്യും. ഇഫ് അജ്ന സമ്മൺ ഹു വാസ് സോ സൈലന്റ് ഇൻ ദിസ് കോൾ, അത്രയും സൈലന്റ് ആയിരുന്നു ആള്. ഒരിക്കലും ആള് മുമ്പിൽ വന്നൊന്നും പാടെ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും പിന്നീട് തട്ടി മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആള്. അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് ലോകം മൊത്തം അറിയാനിടയായെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവൃത്തി വഴിയാണെങ്കിലും ഒത്തിരി പേര് ഈശോയോട്ട് എടുക്കും. അതുവഴി ഒത്തിരി നന്മ സമൂഹത്തിൽ നടക്കും. സോ ലുക്ക് ഇൻ ടു ഹർ ലൈഫ്, ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് അത് അപ്ലൈ ചെയ്ത് ഡു ദ ബെസ്റ്റ് വാട്ട് ഈശോ ഹാസ് മെന്റ് ഫോർ ഈച്ച് വൺ ഓഫ് യു. പ്രൈസ് ഗോഡ്.